ഹായ് ഹലോ കൂട്ടുകാരെ, നമുക്കൊരു ഷോപ്പിങ്ങിന് പോയാലോ? പോരെ, നമുക്ക് എന്തായാലും പോയൊരു ഷോപ്പിങ്ങൊക്കെ നടത്താം. എനിക്ക് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങാണ് ഇതെൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റിൻ്റെ ആ ഒരു ഷോപ്പിങ്ങാണ്. എന്തായാലും കരിമ്പങ്കാട്ടിൽ കയറുമ്പോൾ ഞങ്ങൾ 3 പേര് ചെന്ന് കയറിയിട്ടുണ്ട്. എവിടെ പോയാലും 3 കൂടെ ഒരുമിച്ചേ പോകത്തുള്ളൂ, വരത്തുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. 3G അടിക്കുമെന്ന് എല്ലാവരും പറഞ്ഞാലും ഞങ്ങളങ്ങനെ പോകത്തുള്ളൂ. എന്നാലേ ഞങ്ങൾക്കൊരു തൃപ്തിയാവത്തുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായം പറയുന്നത് ഞങ്ങളുടെ ഭാവയാണ്. എല്ലാവരും പറയും കൊച്ചിൻ്റെ അഭിപ്രായമല്ലല്ലോ എന്നുള്ളത്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായം അവിടെ പോകുന്നത് കേട്ടോ. എൻ്റെ അഹങ്കാരമൊക്കെ ഉണ്ട്. പിന്നെ ഈ ഡ്രസ്സിൻ്റെയൊക്കെ ടൈമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെടുക്കുന്നത് കൂടുതലും ചേട്ടൻ്റെ ഒരു ഇഷ്ടത്തിന് എടുക്കും. ചേട്ടായിയുടെ ഇഷ്ടമാണ് കൂടുതലും നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതായിരിക്കും കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. എന്തായാലും ഞങ്ങൾ നോക്കുക. അടപടലെ വാങ്ങി കരിമ്പങ്കാട്ട് ഞാൻ ഒരുപാട് നോക്കുന്നുണ്ട്. പക്ഷേ ചേട്ടായിക്ക് ആദ്യമേ ഇഷ്ടപ്പെട്ടത് ഈ ഒരു മെറൂൺ കളറ്. എന്തുകൊണ്ടെന്നറിയത്തില്ല, തൽക്കാലം ഒരു കളർഫുള്ളിനോട് ഞാൻ വേണ്ടാന്ന് വെച്ച് എനിക്ക് ആദ്യം എടുത്തത് ഇത് തന്നെയായിരുന്നു, മജന്ത ഭയങ്കര ഓക്കെ. ആദ്യമേ ഇടാന്നൊക്കെ വിചാരിച്ചെടുത്ത് മാറ്റി വെച്ച് കേട്ടോ. പിന്നെ ആയെങ്കിൽ അടുത്ത് കണ്ടപ്പോഴത്തേന് ഞങ്ങൾ അപ്പുറത്തോട്ട് ചാടിയതാണ്. ഈ പുള്ളി തന്നെ എനിക്കൊരു 100 എടുത്ത് കാണിച്ച് തരുമെന്നേ. അവസാനമാണെങ്കിൽ നമ്മൾ മാറി മാറി എടുത്തെടുത്തങ്ങ് പൊക്കോളും. ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ ഒരു ബ്ലാക്ക് ആണെങ്കിൽ മോൾക്കൊരു തവണ എടുത്തായിരുന്നു. അവളങ്ങനെ സൂട്ടൊന്നും എടുത്തില്ല. അവൾക്ക് ഭയങ്കര ടൂർ വന്നപ്പോഴത്തേന് ആദ്യമായിട്ട് അവൾക്ക് എടുക്കുക. അതിൻ്റെ ബ്ലാക്കായിരുന്നു എടുത്തത്. അതന്നെ ഞങ്ങൾ ചിരിച്ചത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈ തപ്പിപ്പോയത് കേട്ടോ. ഇതിൻ്റെ കൈ എവിടെയാണെന്ന് നോക്കിയിട്ട് അവസാനം ഷെറവലാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഷെറവലിൻ്റെ കൈയില്ല. അവൻ പറഞ്ഞിട്ടുണ്ട് ബെഡ്ഷീറ്റ് ഇടുന്നതൊക്കെ നീ ഇട്ടിട്ട് ഇനി പോരാനങ്ങ്. എനിക്ക് ചിരിയും വന്നു. പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു ബ്ലാക്കിൻ്റെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ട്. ഞങ്ങൾ എങ്ങനെ പോയാലും ബ്ലാക്കിൽ പോയി നിൽക്കും എന്നുള്ളത് അവർക്ക് പറയാൻ തോന്നുന്നു. പക്ഷേ അത് ട്രയൽ ചെയ്യാനുള്ള സൗകര്യമില്ല കേട്ടോ. ഫുൾ റെഡിമെയ്ഡ് ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് പറ്റത്തില്ലെങ്കിൽ പിന്നെ തിരിച്ചു കൊണ്ട് കൊടുക്കത്തില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കും നമ്മുടെ വീട്ടിൽ തന്നെ. അതുകൊണ്ട് തൽക്കാലം ട്രയൽ ചെയ്യാതെ എടുക്കാനുള്ള ഒരു മൂഡും ഇല്ലായിരുന്നു. കൊണ്ടാൽ പറ്റത്തില്ല. അതിനിപ്പോൾ ഒരു മുട്ടുസൂചിയൊക്കെ കിട്ടിയൊക്കെ ചെയ്തായിരുന്നു. അതൊക്കെ ആയിരുന്നെങ്കിൽ അവിടെ എല്ലാം കൊണ്ടുവന്ന് ചേട്ടനെ എവിടെയൊക്കെയോ ഒന്ന് സൈഡാക്കിയിട്ടുണ്ട്. കാരണം ആരെങ്കിലും കാര്യം കൊണ്ടു കഴിഞ്ഞാൽ അതൊരു വിഷമമാകത്തില്ലയോ. ഇനി എടുക്കുന്നത് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. എന്തായാലും കണ്ടാൽ പറഞ്ഞില്ലയോ, ബ്ലാക്കിനോടൊരു ഭയങ്കര സ്നേഹമുണ്ട്. ഞാൻ ബ്ലാക്ക് കിട്ടിയപ്പോഴത്തേനുള്ളൊരു സന്തോഷം. എടുക്കാൻ പോയത് ബ്ലാക്കല്ലേ. എന്തായാലും ഇത്തവണ എടുത്തതിനകത്ത് ഉണ്ട് ബ്ലാക്ക് കേട്ടോ, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതിനൊരു മുട്ടുസൂചി പ്രയോഗമൊക്കെ വന്നിട്ട് പോയത്. പക്ഷേ ഞാൻ ഇത്തവണ എടുത്തതൊരു ഓഫ് വൈറ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട്. അധികം സാധാരണ അങ്ങനെ എടുക്കത്തില്ല. ഞാനൊരു വൈറ്റ് തീം എടുക്കത്തതേ ഇല്ല. പെട്ടെന്ന് അഴുക്കാവും എൻ്റെ കയ്യിൽ നിന്ന് തന്നെ. കൊച്ചുങ്ങളെക്കാട്ടും കഷ്ടമാണ്. എന്നിട്ട് ഇത്തവണ എടുത്തത് വൈറ്റ് തന്നെയായിരുന്നു. ഓഫ് വൈറ്റ് എടുത്ത് അതിൻ്റെ ഒരു പൈജാമ വരുന്നതും അതേ രീതിയിലുള്ളത്, ഒരു പട്ടിയ പൈജാമയൊക്കെ എടുത്ത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഒരു ബ്ലാക്ക് ഒരു പറയുന്നത് കുർത്തയല്ല, അല്ലാതെ തന്നെ ഒരു സൂട്ടിൻ്റെ എടുത്തിട്ടുണ്ട് കേട്ടോ. ബില്ലടിക്കാൻ ചെന്നപ്പോൾ എൻ്റെ മോളാണെങ്കിൽ ഞങ്ങളുടെ ചെരുപ്പ് നോക്കുന്നത്. ഞാൻ ഷൂവും ചേട്ടായി വേറൊരു ചെരുപ്പും കൂടി ഇട്ടേക്കുന്നത്. ഇത് രണ്ടും അവിടെ തരുന്നത്. അവളുടനെ കണക്ക് പറഞ്ഞ. പക്ഷേ അന്നത്തെ ദിവസം തന്നെ അവൾ ഇട്ടേക്കുന്നതാണെങ്കിൽ എൻ്റെ ടീഷർട്ടും ചേട്ടൻ്റെ ജീൻസുമായിരുന്നു. ഞങ്ങൾ തിരിച്ചും കണക്ക് പറഞ്ഞിട്ടുണ്ട്. ഒട്ടും കളിച്ചില്ല. എന്തായാലും ഒരു ഹാപ്പി ഷോപ്പിംഗ് കഴിഞ്ഞ് ഇനി അടുത്തൊരു വീഡിയോ ഇട്ട് പിന്നെ വരാവേ. ബൈ.